കേരളത്തിലെ 13 ജില്ലകളിലും ഇന്ന് DCC ഇതുപോലെയുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തി വരികയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നാണംകെട്ട നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമസഭയ്ക്കകത്ത് പെരുമാറുമ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തും വിശ്വാസി സമൂഹത്തിന്റെ ശബ്ദമായി വിശ്വാസി സമൂഹത്തിന്റെ പ്രയാസങ്ങൾ പൊതുസമൂഹത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് സമരപ്രക്ഷോഭ രംഗത്തുള്ളത് UDF ആണ്, കോൺഗ്രസ് ആണ്. കേരളത്തിലെ വിശ്വാസി സമൂഹം ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയെക്കുറിച്ച് കേട്ടത്. ഈ അടുത്ത ദിവസങ്ങളിൽ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു. CPM-ന് കിട്ടിയ പത്മ അവാർഡാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. പത്മകുമാർ MLA, മുൻ MLA. ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച നടത്തിയതിന് അയ്യപ്പൻ കൊടുത്ത പത്മ അവാർഡാണ് CPM-ന് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ഇനിയും കൂടുതൽ അവാർഡുകൾ CPM-ന് ലഭിച്ചുകൊണ്ടിരിക്കും. വലിയ വൈരുദ്ധ്യമാണ്. സ്വർണ്ണപ്പാളി കവർച്ചയിൽ SIT അന്വേഷണത്തിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള CPM-ന്റെ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി കൊടിമര ജാഥ പോലെ ജയിലിലേക്ക് പോയിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു വശത്ത് സ്വീകരിക്കുമ്പോൾ പയ്യന്നൂരിൽ ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി പിരിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് തെളിവ് സഹിതം സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം സമുന്നതനായിട്ടുള്ള നേതാവ് ഇന്ന് പാർട്ടിക്ക് പുറത്താണ്. സത്യം വിളിച്ചു പറയുന്നവൻ, അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവൻ, അങ്ങനെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന സഖാവിനെ പാർട്ടിക്ക് പുറത്താക്കുകയും അഴിമതി ചെയ്യുന്ന സഖാവിനെ പാർട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്റ്റാലിന്റെ കാലത്ത് സൈബീരിയൻ മഞ്ഞുപാളികളിലേക്കാണ് അത്ര അഴിമതിക്കാരെ റഷ്യയിൽ പറഞ്ഞയച്ചിരുന്നത്, സൈബീരിയൻ മഞ്ഞുപാളികളിലേക്ക്. പക്ഷേ പിണറായി വിജയന്റെ കാലത്തേക്ക് അഴിമതിക്കാരായ സഖാക്കളെ പറഞ്ഞയക്കുന്നത് മന്ത്രിസഭയിലേക്കും നിയമസഭയിലേക്കുമാണ്. അതാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കള്ളന്മാരായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കമ്മീഷൻ ഉണ്ടാക്കുകയും ആ കമ്മീഷന്റെ റിപ്പോർട്ട് പാർട്ടി ഈ അഴിമതി നടത്തിയ സഖാക്കൾക്ക് അനുകൂലമാക്കി മാറ്റുകയും അതേ സമയത്ത് അഴിമതി പുറം ലോകത്തോട് വിളിച്ചു പറയുന്ന സഖാക്കളെ പാർട്ടിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുകയും ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നു. നമുക്ക് ഭീതിയുണ്ട്. പയ്യന്നൂരിലെ ആ സഖാവിന്റെ ജീവിതം TP ചന്ദ്രശേഖരൻ സമാനമാകുമോ എന്നുള്ള ഭയത്തിലാണ് കേരളത്തിലെ പൊതുസമൂഹമുള്ളത്. പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തുന്നവരെ ആക്രമിക്കുകയാണ് CPM, കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയാണ് CPM ഗുണ്ടകൾ എന്നിടത്ത് പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ് MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ കൈകാര്യം ചെയ്തു കളയുമെന്നാണ് CPM-ന്റെ പയ്യന്നൂരിലെ നേതാക്കൾ പറയുന്നത്. ഏതാണ്ട് സമാനമായ അവസ്ഥയായിരുന്നു ബംഗാളിലുമെന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭുവർഗം CPM-ന്റെ രാഷ്ട്രീയ നിഘണ്ടുവിലെ പദപ്രയോഗങ്ങൾ കടമെടുത്താൽ CPM-നകത്ത് രൂപപ്പെട്ടിട്ടുള്ള റൂളിംഗ് ക്ലാസ് അവർ ബംഗാളിൽ സമാനമായ രീതിയിൽ റിയൽ എസ്റ്റേറ്റിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചപ്പോഴാണ്, അതിനെ തടഞ്ഞു നിർത്താൻ ബുദ്ധദേവ് ഭട്ടാചാര്യക്കും ജ്യോതി ബസുവിനും കഴിയാതെ പോയപ്പോഴാണ് ബംഗാളിലെ CPM ഇന്ന് ഒപ്പുവെച്ച കലം പോലെയായി തീർന്നത്. സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ CPM കടന്നു പോവുകയാണ്. റൂളിംഗ് ക്ലാസിന്റെ പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. ഭരണവർഗത്തിന്റെ പാർട്ടിയായി മാറിയിരിക്കുന്നു. തൊഴിലാളി വർഗത്തെ മറന്നിരിക്കുന്നു, സാധാരണക്കാരെ മറന്നിരിക്കുന്നു, പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു. അഴിമതിക്കാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഏതറ്റം വരെയും പോകുന്ന സമീപനം നമ്മൾ കാണുന്നു. അതാണ് ശബരിമലയിൽ കാണുന്നത്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി കവർന്നത് എങ്ങനെയാണ് അയ്യപ്പ ഭക്തർക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്? അതിനുള്ള കടുത്ത ശിക്ഷയാണ് കേരളത്തിലുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ശിക്ഷ CPM-ന്റെ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ, പിണറായി വിജയന്റെ കണ്ണ് തുറപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ സർക്കാരും അവരുടെ പാർട്ടിയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട.